ഹലോ എവ്രി വൺ. അങ്ങനെ 2025 ഒക്ടോബർ ബാച്ചിന്റെ NIOS പബ്ലിക് എക്സാമിനേഷൻ എഴുതിയ കുട്ടികളുടെ റിസൾട്ട് വന്നു അല്ലേ. പാസ്സായിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാറ്റഗറിയാണ് ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾ. അപ്പം ഇനി എന്ത് ചെയ്യും മിസ്സേ, ഞങ്ങൾക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ മെസ്സേജ് ചെയ്യുന്നത്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2026 ഏപ്രിൽ ബാച്ചിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ എക്സാമിനേഷൻ അതായത് അവരുടെ കൂടെ നിങ്ങൾക്ക് എക്സാം എഴുതാം. 2026 ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക്, അതായത് അവർക്ക് ഫീസ് അടയ്ക്കാനുള്ള, എക്സാമിനേഷൻ ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ദാറ്റ് ഈസ് ഓൺ January 10th ആണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ 2025 ഒക്ടോബർ ബാച്ചിൽ എക്സാം എഴുതി ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് 2026 ഏപ്രിൽ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതാനുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്ക് ഓപ്പൺ ആവും. ഇറ്റ്സ് അബൌട്ട് 12-13 ഒക്കെ ആകുമ്പോൾ ഓപ്പൺ ആവും. ആ സമയത്ത് നിങ്ങൾക്ക് ഫീസ് അടച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഏപ്രിൽക്കാരോട്, അതായത് ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരോടൊപ്പം നിങ്ങൾക്കും പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റും. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് ഏപ്രിൽ വരെ കാത്തു നിൽക്കാൻ സമയമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സോ യു ക്യാൻ ഓപ്റ്റ് ദാറ്റ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ. അതായത് ഇപ്പം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് നടക്കുന്ന ഓൺ ഡിമാൻഡ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിനി നോക്കാനുള്ളത്. പക്ഷെ ഒരു ചെറിയ പ്രത്യേകത അല്ലെങ്കിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ ഓപ്ഷനേക്കാളും നിങ്ങൾ ഫീസ് കുറച്ചധികം ഫീസ് അടച്ചിട്ടായിരിക്കും നിങ്ങൾ ഓൺ ഡിമാൻഡ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏപ്രിൽ വരെ കാത്തു നിൽക്കാൻ സമയമില്ല എന്നാണെങ്കിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ളത്. പെട്ടെന്ന് എക്സാം എഴുതി ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പോൾ ഈ ഓൺ ഡിമാൻഡിന് മറ്റൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ലിമിറ്റഡ് സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല എക്സാം സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, ട്രിവാൻഡ്രം തുടങ്ങിയ സിറ്റികളിലായിട്ടാണ് ഈ ഒരു എക്സാം സെൻറ്റേഴ്സ് ഉള്ളത്. അപ്പം നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ ഓപ്ഷനാണ്, നിങ്ങൾ 2026 ഏപ്രിൽ ബാച്ചിനോടൊപ്പമാണ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നെങ്കിൽ ആ ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID കാർഡ് സെൻറ്റർ എവിടെയാണോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി സെൻറ്റർ എവിടെയാണോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്ററും കിട്ടും. ഓക്കെ, അപ്പം ഈ 2 ഓപ്ഷനാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ എക്സാമിന് മിസ് പാസ്സായില്ല, ഫെയിൽ ആയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളതാണ്, ഈ 2 ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ 2026 ഏപ്രിൽ ബാച്ചിൽ ഫ്രഷ് ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന, ആദ്യമായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്കൊപ്പം നിങ്ങൾക്കും എക്സാം എഴുതാം. പക്ഷെ അതിന് എക്സാം ഫീസ് അടയ്ക്കാനുള്ള ലിങ്ക് വന്നിട്ടില്ല. അതൊരു 2-3 ഡേയ്സിനുള്ളിൽ അത് ഓപ്പൺ ആവും. അതിനുശേഷം നിങ്ങൾക്ക് എക്സാം ഫീസ് അടച്ചിട്ട് അവർക്കൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാം. അല്ലാമെന്നാണെങ്കിൽ ഈ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനാണ് നമ്മുടെ മുന്നിലുള്ളത്, ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓപ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യും. അങ്ങനെ ആ എക്സാമിൽ കൂടെ ക്ലിയർ ചെയ്ത് വരിക, ഞങ്ങളുടെ അടുത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം. സോ ഫോർ മോർ ഡീറ്റെയിൽസ് യു ക്യാൻ കോൺടാക്ട് us. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അപ്ഡേഷനായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം.